ഇത്തവണത്തെ നീറ്റ് പരീക്ഷ അത്ര നീറ്റായിട്ടല്ല നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അസാധാരണമായ റിസൾട്ടുകൾ, അധികൃതരുടെ വിചിത്രമായ മറുപടികൾ, പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന ആരോപണങ്ങൾ. അസാധാരണ വിജയം നേടിയവരിൽ ഭൂരിപക്ഷവും ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരാണെന്ന ആരോപണങ്ങൾ. ഇത്തരത്തിൽ നിരവധി പിഴവുകളാൽ വിവാദങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷ. നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ വളരെ അപൂർവമായി മാത്രമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ഫുൾ മാർക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ പതിവില്ലാതെ 67 പേരാണ് ഇത്തവണ ഫുൾ മാർക്കോടുകൂടി 1-ാം റാങ്ക് നേടിയത്. ഇത് നിരവധി സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ മാർക്കുകൾ ഒന്നിച്ചു വന്നിരിക്കുന്നതെന്നതും ഗുരുതരമായ ഒരു ആരോപണമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മാധ്യമ ശ്രദ്ധ കിട്ടാത്ത വിധത്തിൽ നീറ്റ് പരീക്ഷാ ഫലം ഒളിച്ചു കടത്തിയെന്ന ആരോപണവുമുണ്ട്. നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ തന്നെ സംഭവിക്കാത്ത പല കാര്യങ്ങളും ഇത്തവണ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവാദങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഒരു ചോദ്യത്തിന് 4 മാർക്ക് എന്ന രീതിയിൽ നീറ്റ് പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന പരമാവധി മാർക്ക് 720 ആണ്. ഒരു ചോദ്യം ഒഴിവാക്കിയാൽ 4 മാർക്ക് കുറഞ്ഞ് 716 ആകും. ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരമാണ് എഴുതുന്നതെങ്കിൽ നെഗറ്റീവ് മാർക്ക് കൂടി കുറച്ച് 715 മാർക്കാണ് കിട്ടുക. അതായത് ഫുൾ മാർക്ക് ലഭിക്കാത്ത ഒരു വിദ്യാർത്ഥിക്ക് തൊട്ടടുത്തായി ലഭിക്കേണ്ട മാർക്ക് 716 അല്ലെങ്കിൽ 715 ആണ്. ഇതിനിടയിൽ മറ്റൊരു ഓപ്ഷൻ ഇല്ല. എന്നാൽ ഇത്തവണ ആദ്യമായി 719 718 ഒക്കെ മാർക്കുകൾ കുട്ടികൾക്ക് ലഭിച്ചതായി കാണാം. ഇതും വിചിത്രമാണ്. ഗ്രേസ് മാർക്ക് നൽകിയതാണെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇങ്ങനൊരു ഗ്രേസ് മാർക്ക് ശീലം നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. NCERT പാഠപുസ്തകത്തിലെ ഉത്തരത്തിന്റെ പിഴവിനാണ് ഗ്രേസ് മാർക്ക് എന്നാണ് നീറ്റ് പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA ആദ്യ വിശദീകരണം. പരീക്ഷ വൈകി തുടങ്ങിയ സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് നഷ്ടപ്പെട്ട സമയത്തിന് പകരം കൊടുത്തതാണെന്ന് രണ്ടാമത്തെ വിശദീകരണം. 15 മിനിറ്റാണ് പലയിടത്തും പരീക്ഷ വൈകി തുടങ്ങിയത്. ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കുട്ടിക്ക് 1 മിനിറ്റ് ശരാശരി സമയം കണക്കാക്കി ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം 15 മിനിറ്റിന് കൊടുക്കുന്ന ഗ്രേസ് മാർക്ക് 60 ആണ്. അപ്പോൾ ഈ ഗ്രേസ് മാർക്കോടെ 720 മാർക്ക് കിട്ടിയ ഒരാളുടെ യഥാർത്ഥ മാർക്ക് 680 ആയിരിക്കും. ഇത് നീറ്റ് പരീക്ഷയുടെ ഇതുവരെയുള്ള മെറിറ്റിനെ തന്നെ അട്ടിമറിക്കുകയാണ്. 600 മാർക്ക് മാത്രം ലഭിച്ച ഒരു വിദ്യാർത്ഥി 60 മാർക്ക് ഗ്രേസ് മാർക്കായി ലഭിച്ച് 660 എത്തി MBBSന് പ്രവേശനം നേടുമ്പോൾ പഠിച്ച് 650 640 ഒക്കെ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കേണ്ടി വരുന്നുവെന്ന ക്രൂരമായ ഒരു അനീതി അരങ്ങേറുന്നുണ്ട്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിവാദങ്ങൾ ഉടലെടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നത് സുതാര്യമായി അറിയിക്കാനുള്ള ഉത്തരവാദിത്തം NDAക്കുണ്ട്. എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വർഷങ്ങളുടെ അധ്വാനത്തിനും ഭാവിയെക്കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾക്കും അനേകം കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾക്കും ഇതിൽ കൂടുതൽ വില അധികൃതർ കൽപ്പിക്കേണ്ടതുണ്ട്.